ഗായ്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. 90 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ തണുപ്പ്. 19 എൻ്റെ കൈകളൊക്കെ തണുപ്പ് മരവിച്ച് തുടങ്ങി. ഞാൻ നിലത്തിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. സുഖമായിട്ട് ഇരുന്നിരിക്കാൻ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇതൊരു റോഡ് ട്രിപ്പ് വ്ളോഗാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് റോഡ് ട്രിപ്പ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നതാട്ടോ ഇത്. അപ്പോൾ നമ്മളെ വീട്ടിലെ കാർ ഇതാണ്. നമ്മൾ ഈ കാറിലാണ് പോകുന്നത്. പോവാം. അപ്പോൾ നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ അതിരാവിലെ അല്ല, ഒരു 9 മണി ആ ഒരു സമയം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യത്തെ വ്ളോഗാണിത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തു. സോ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. റോഡ് ട്രിപ്പ് എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് നമുക്കിങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് തന്നെ പോവാം. ക്ഷീണം പിടിക്കും കുറച്ച് അങ്ങ് എത്തുമ്പോഴത്തേക്കും. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാലല്ലേ ആ ഒരു രസമുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന റൂട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വെള്ളം, അതുപോലെ കുറച്ച് ചിപ്സ്, ബിങ്കോ, ലേസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. ബട്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചുമ്മാ നമുക്ക് നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഗൂഗിൾ മാപ്പ് ചതിക്കില്ല എന്ന് വിചാരിച്ച് ആ ഒരു ട്രസ്റ്റോടുകൂടി നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് പോകാൻ എനിക്ക് തിരിയൊന്നുമില്ല. അങ്ങനെ വഴി അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മെമ്മറിയിൽ നിൽക്കില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തിയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. എനിക്ക് കണ്ണൂർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക്, കണ്ണൂർ തലശ്ശേരി ഈ ഒരു ഭാഗം കഴിഞ്ഞ് അങ്ങോട്ട് ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കലില്ല. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് സ്ഥലങ്ങളിലൊന്നും. എനിക്ക് കണ്ണൂരിൽ നമ്മളെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടുന്ന് ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് സിംഗിൾ ബിരിയാണി ആയിരുന്നു. ബട്ട് കുഴപ്പമൊന്നുമില്ല, രസമുണ്ടായിരുന്നു. നമ്മളെത്ര എത്തൂല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ഒപ്പിക്കാം, നല്ല കുഴപ്പമൊന്നുമില്ലാത്തൊരു ബിരിയാണി.
സോ ബത്തേരിയിൽ നിന്ന് നമ്മൾ നേരെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ബന്ദിപ്പൂർ റൂട്ടാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല റൂട്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഓൾസോ കുറച്ച് ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, മാന്, പിന്നെ കുരങ്ങന്മാർ പോകുന്ന വഴിക്കെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബന്ദിപ്പൂർ വഴി ഹോളെ ഫോറസ്റ്റ്. ഇതാണ് വേണ്ടത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സൺഫ്ലവറിൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഇടയിൽ പോയിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നല്ല വെയിലുള്ള സമയമുണ്ട്, ഇറങ്ങാൻ മടിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ആക്ച്വലി നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ നമ്മൾ തിരിച്ചു വന്നത് വേറൊരു റൂട്ടിലായിരുന്നു, വേറൊരു റൂട്ട് കൂട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ഥലമൊക്കെ പിന്നെ വരുന്ന വഴിക്ക് എനിക്ക് മിസ് ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള റോഡ് കുറച്ച് സീനായിരുന്നു. അതായത് കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡ് വഴിയാണ് നമ്മൾ പോയത്. ഗൂഗിൾ മാപ്പിൽ കാണിച്ച റൂട്ട് തന്നെ എടുത്തതായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്രാമപ്രദേശങ്ങൾ പോലെ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു സ്കൂട്ടർ കണ്ടോ, ഈ ഒരു സ്കൂട്ടർ ഞാനിങ്ങനെ പറയായിരുന്നു, എനിക്ക് ഈ സ്കൂട്ടർ കൊണ്ടിങ്ങനെ വരമ്പത്തോട്ടൊക്കെ ഓട്ടിച്ച് വരണം, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ. അപ്പോഴത്തേക്കും ഇതേ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരാളിങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസിലേക്കാണ് പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ 2 ടൈഗർ റിസർവ് ഫോറസ്റ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബന്ദിപ്പൂരും ഒന്ന് മുതുമലയും. അപ്പോൾ ശരിക്കും നമുക്ക് ഈ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റൂട്ട് ബെസ്റ്റാണ്. നമുക്ക് ഒന്നാമത് റോഡ് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഈ ഒരു എന്താ പറയുക, നല്ലൊരു രസമുണ്ട് നമുക്ക് വണ്ടിയിൽ ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്.
ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ റൂട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ എടുക്കുന്നു കേട്ടോ. കലമാനം ചെയ്യുന്നത് ഇതിലേക്കാണ് നീൽഗിരി. അതാണ് നീൽഗിരി ഡിസ്ട്രിക്ട്. നീൽഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഇനി തമിഴ്നാടാണ് തുടങ്ങി. തമിഴ്നാട്ടിലേക്ക് കയറുന്നതാണ്. ഇനി നീലഗിരിന്റെ അങ്ങേ അറ്റത്താണ്, അതായത് നീലഗിരിന്റെ ഡിസ്ട്രിക്റ്റിലാണ് ഏത് വരിക, ഊട്ടി വരിക. മനസ്സിലായോ? ഫോട്ടോഗ്രാഫി അലൗഡ് ആണെന്ന് അറിയില്ല. ഇതിന്റെ അടിപൊളി ഫേസ് ആണ് ഇങ്ങനെ. ഹലോ ഗായ്സ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ബിക്കോസ് എന്തായാലും ആനിമൽസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം ആ ഒരു റിസ്ക് നമ്മൾ എടുത്തിട്ടേ ഇല്ല. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റിൽ എനിക്ക് അറിയത്തില്ല ഇറങ്ങാൻ പറ്റുമെന്നൊന്നും.
ഇനി 35 എണ്ണം 34 ബാക്കി. ഇങ്ങനെ ചുറ്റാണ്. നമ്പർ 34, 36. എനിക്ക് സ്ഥലം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഉറങ്ങച്ച കറക്റ്റാണ്. സെക്കൻഡ് ഗിയർ കറക്റ്റാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഊട്ടി എത്താറായിട്ടുണ്ട്. ഒരു ചുരം കൂടെ കയറി കഴിഞ്ഞാൽ ഊട്ടി എത്തും. അതിന് മുന്നേ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എത്തിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഡേ കോടനാട് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. ഊട്ടിക്ക് അപ്പുറത്താട്ടോ ഈ ഒരു വില്ലേജ് വരുന്നത്. കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. ബട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അതായത് സൺറൈസൊക്കെ നല്ല മഞ്ഞു മൂടിയ ആ ഒരു രീതി കാണാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു വ്യൂ കാണാനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ രാവിലെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു സ്പോട്ട് ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഊട്ടിയിലേക്കുള്ള ചുരം കയറുന്ന സമയത്ത് നമ്മൾ ടീ പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. 90 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പൊ തണുപ്പ്. 19 എൻ്റെ കൈകളൊക്കെ തണുപ്പ് മരവിച്ച് തുടങ്ങി. ഞാൻ നിലത്തിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. നീ സുഖമായിട്ട് ഇരിക്കാൻ കഴിയുക. സോ ഗായ്സ്, ഈ ഒരു റോഡ് ട്രിപ്പ് വ്ളോഗ് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി സ്ട്രെയിറ്റ് കോടനാടാണ് ഞങ്ങൾ പോയത്. രാത്രി ആയതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching. Bye.